ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ LDFന് കീറാമുട്ടിയായി രാജ്യസഭാ സീറ്റ് വിഭജനം. രാജ്യസഭാ സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും. ജയിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ സീറ്റ് CPIക്ക് നൽകേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് നിലവിൽ CPIM. അതിനിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ജൂലൈ 1-ന് ഒഴിവ് വരുന്നത്. CPIMന്റെ എളമരം കരീമും CPIയുടെ ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണിയുടെയും കാലാവധിയാണ് അവസാനിക്കുക. ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് CPIM ഏറ്റെടുക്കും. അടുത്ത സീറ്റിലേക്ക് 4 പാർട്ടികളാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും NCPയും. ഇതിൽ NCP ഒഴികെ 3 പാർട്ടികളും കടുത്ത നിലപാടിലാണ്. രാജ്യസഭാ സീറ്റ് തങ്ങൾക്കുള്ളതാണെന്ന് 3 പാർട്ടികളും അവകാശപ്പെടുന്നു. മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ സീറ്റ് കിട്ടണമെന്നാണ് CPIയുടെ ആവശ്യം. CPIMന് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. കോട്ടയം ലോക്സഭാ സീറ്റ് ഇടതുമുന്നണിയിലെത്തിയതോടെ നഷ്ടപ്പെട്ട കേരള കോൺഗ്രസ് എം കടുത്ത നിലപാടിലാണ്. ജോസ് കെ മാണി ഒഴിയുമ്പോൾ പാർലമെന്റ് പ്രാതിനിധ്യം കിട്ടാതിരുന്നാൽ അണികൾക്ക് മുന്നിൽ എന്ത് മറുപടി പറയുമെന്ന ചോദ്യം നേതൃത്വത്തിനുണ്ട്. ക്യാബിനറ്റ് പദവിയോടെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം പാർട്ടിക്ക് മുന്നിലുണ്ടെങ്കിലും ജോസ് കെ മാണി അത്ര താൽപര്യം പ്രകടിപ്പിക്കുന്നില്ല. അതിനേക്കാൾ പ്രശ്നമാണ് RJDക്കുള്ളത്. 1952-ൽ തുടങ്ങി 2009-ലും 2019-ലും ഒഴികെ വിവിധ മുന്നണികളുടെ ഭാഗമായി ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള അവസരം നിലവിലെ RJDക്ക് ലഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ രാജ്യസഭാ സീറ്റ് ഘടകകക്ഷികൾക്ക് വിഭജിച്ചു കൊടുക്കാറാണ് പതിവെന്നാണ് RJD പറയുന്നത്. മാത്രമല്ല, ലോക്സഭയിലും രാജ്യസഭയിലും മന്ത്രിസഭയിലും പാർട്ടിക്ക് പ്രാതിനിധ്യമില്ല. അതിനാൽ സീറ്റ് കിട്ടിയേ മതിയാവൂ, ഇനിയും മുന്നണിയിൽ നിന്ന് അവഗണന നേരിടാൻ കഴിയില്ലെന്ന നിലപാടിലാണ് RJD. ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് CPIM പറയുന്നുണ്ടെങ്കിലും എളുപ്പമാവില്ല. ഇതിനിടെ ഇന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരും. ഈ മാസം 13 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. ജൂൺ 25-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 24 തിരുവനന്തപുരം.